ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നോട് കുറേ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ചെയ്യരുത് 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 എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത് എൻ്റെ മുടി കളർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആക്ച്വലി പാർലറിൽ പോയി ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ നോമിന് ലേശം കൗതുകം കൂടുതലായതുകൊണ്ട് ഞാൻ തന്നെ കുത്തിയിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് മുടി കളർ ചെയ്താലോ എന്നത്. കാരണം ജനിച്ചപ്പോൾ മുതൽ ഈ കളർ തന്നെയാണല്ലോ. അപ്പം എനിക്കൊരു വെറൈറ്റി ആയിട്ട് നടക്കാൻ കുറച്ച് ഫേഷൻ ആവുമെന്നൊക്കെ വിചാരിച്ചതേ. കാരണം ജെൻസി പിള്ളേരുടെ കൂടെ പിടിച്ച് നിൽക്കണമല്ലോ, 30s കയറിയില്ലേ. അതുകൊണ്ട് മുടി കളർ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മുതൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം നിറഞ്ഞു നിന്നൊരു സാധനമാണ് ഇത് പാരഡൈസ്. എനിക്ക് തോന്നുന്നു വലിയ സംഭവം കമ്പനിയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ കയറി കഴിഞ്ഞപ്പോൾ കുറേ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇത് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് ഹെയർ ടിൻറ്റാണ്. ഈ ഹെയർ കളറും ഹെയർ ടിൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ കണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് വാങ്ങിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചപ്പോൾ ആദ്യം തന്നെ ഫ്രീ ആയിട്ട് എന്തോ ഷാമ്പുവും, പിന്നെ ഞാൻ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഷാമ്പുവും ഹെയർ മാസ്കും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇതേ എടുത്തേക്ക് കാണിച്ചു. അതിനുശേഷം നമ്മൾ മെയിൻ കലാപരിപാടിയിലേക്ക് പോകുന്നത്. പിടിച്ചമണി മെയിൻ കലാപരിപാടിയിലേക്ക് പോവുകയാണോ. അപ്പം ഞാൻ വാങ്ങിച്ച ഹെയർ ടിൻറ്റ് കളർ ബ്ലേക്ക് ചെറി യാരുടേതാ ഡിസ്റ്റർബൻസ് ഒക്കെ പോയി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. നേരത്തെ പറഞ്ഞു തോന്നുന്നു ബ്ലാക്ക് ചെറി. കുറേ കളർ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ചെറി ചോക്ലേറ്റ്, റിച്ച് ബർഗണ്ടി, ബെറി പ്ലം, ചെറി കോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ ഫോട്ടോസ് കണ്ടപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക എടുത്ത് നിൽക്കുന്നതല്ല, കുറച്ചൊരു സേഫ് സോൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആദ്യമായിട്ടാണല്ലോ കളർ ചെയ്യുന്നത്, അപ്പോൾ ഞാനാണല്ലോ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ബ്ലേക്ക് ചെറി ആവാതെ ലേശം ഒരു മൈൽഡ് സാധനമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാനാണല്ലോ ചെയ്യുന്നത്. എൻ്റെ ഒരു തലവരെ വെച്ചിട്ട് എങ്ങനെയാണ് ഏതാണെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ നമ്മൾ ചെയ്യാൻ പോവുകയാണോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ അവരെയൊക്കെ ഇങ്ങനെ എതിർത്ത് നിന്ന് പണ്ടിക്ക് വാങ്ങിച്ചൊരു സാധനമാണ് ഇത്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പറയുന്നില്ല, ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നതായിരിക്കില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തിനു വേണ്ടിയിട്ട് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്തി വേറെ പൊച്ചിട്ട് താളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അതൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ. പൊട്ടിക്കാൻ പാറ്റുന്നില്ല. ഇപ്പോൾ വരാം. കത്രി കിട്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ പൊളിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളതാ. നോക്കിക്കോ. ഇതാണ് ടൈംലെസ് കളർ ക്രീം. ഇതിനെന്താ പറയുക? ഇതെന്താ പറയേണ്ടത്? ഇതെന്താണ്? ഇത് ഡെവലപ്പർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കളറിൻറ്റ് എന്ന് പറയേണ്ടത്. ഇത് കളറിൻറ്റ്, ഇത് ഡെവലപ്പർ. ഇത് രണ്ടുമാണ്. കയ്യിലൊക്കെ ആയോ? പിന്നെ അതിൻ്റെ കൂടെ ബ്രഷ് ഉണ്ട്, ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഉണ്ട്. ഇത് കണ്ടീഷണർ, ഇത് ഷാമ്പു. എവിടെയെങ്കിലും ഇരുന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഇതെന്താ? ഇത് ഇൻസ്ട്രക്ഷൻ. ഗ്ലൗസ് തന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇതിൻ്റെ കാശായത് എത്രയായിരുന്നു? 695 ഉണ്ടായിരുന്നില്ല, 5 എത്രയോ ആയിരുന്നു. അപ്പം അതിന് ഇത്രയും സാധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നി എന്തായിരുന്നു, ബ്രഷും ഈ ഷാമ്പൂ, ഗ്ലൗസ്, അതൊന്നും മറ്റേ ചെറിയ പാക്കറ്റിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പിന്നെ എന്തായാലും വാങ്ങിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ സാധനം തന്നെ അങ്ങോട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതോ? ഒരു ഗ്ലാസ് ബൗളോ എന്തെങ്കിലും പണ്ടാരം വേണമല്ലോ അല്ലേ? ഒരു ഗ്ലാസ് ബൗളോ പ്ലാസ്റ്റിക് ബൗളോ എന്തെങ്കിലും വേണം. ഇത് നമുക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ടെൻഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മര്യാദയ്ക്കൊന്നും വരുന്നില്ല വായെന്ന്. കാരണം എനിക്കറിയില്ല അത് എന്താവും എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ മനോഹരമായ ഒരു ഗ്ലാസ് ബൗൾ എടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഹെൽപ്പറിനെ കാണിക്കൂ. ഇങ്ങോട്ട് കാണിക്കൂ. അപ്പോൾ അച്ഛനൊക്കെ മുടി ഡയച്ചത് കൊടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അമ്മയുടെ സഹായമാണ് ഇന്ന് തേടുന്നത്. ഞാൻ ചിലപ്പം വേണമെങ്കിൽ ഒരു 2 മുടിയൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ട് പിന്നെ അമ്മനെ കൊണ്ട് ചെയ്യിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല വെന്റിലേഷൻ ഉള്ള റൂമിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടാം. അമ്മയെ പിടിക്കും. പൊടി നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. അതുകൊണ്ടാണോ അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല. കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ലക്ഷം മുന്നോട്ട്. നമ്മൾ മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നോട്ടേക്കില്ല എന്നുള്ളതാണ്. അല്ലേ മമ്മി?
അയ്യോ അഞ്ച് പേടിയാവുന്നേ, ഇത് കൊള്ളാവരുതേ. നമുക്ക് നിലത്ത് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന്റെ മുന്നേ അവർ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നതിന്റെ മുന്നിൽ അപ്പത്തെ ഗ്ലൗസ് എടുത്തിട്ടോളാം, എന്നിട്ട് വേണം ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ഡെവലപ്പറും കളറിന്റെയും എത്ര ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ അവരത് പറഞ്ഞിട്ടുള്ളത് രണ്ടും മൊത്തം ഒഴിക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ചെയ്യണമെന്ന്. അതിന്റെ മുന്നിൽ വാസ്ലിൻ തേക്കണം, അതായത് നമ്മുടെ ഈ ഹെയർ ലൈനും പിന്നെ ഈ ബാക്ക്, ഈ ചെവിന്റെ ബാക്കിലൊക്കെ തേക്കണമെന്ന്. കാരണം കളർ സ്റ്റെയിൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ലൊരു കടികട്ടി കളർ ആണല്ലോ, അത്ര കടികട്ടി അല്ലെങ്കിൽ ലേച്ചൊരു കടികട്ടി സാധനമാണല്ലോ. അതുകൊണ്ട് വാസ്ലിൻ നമുക്ക് ആദ്യം തേച്ചതിന് ശേഷം ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തുടങ്ങാം. എവിടെയുണ്ട് വാസ്ലിൻ? അവിടെ ഉണ്ട് എൻ്റെ വാസ്ലിൻ. ഇത് ലേശം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ്, പക്ഷേ അതും AI പറഞ്ഞത് എന്നോട് കുഴപ്പമില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. തേക്കാൻ വേണ്ടിയിട്ടല്ലേ, സ്റ്റെയിനൊക്കെ എന്താ പറയുക സംരക്ഷിച്ചുകൊള്ളും എന്നൊക്കെ. ഹെയർ ബാൻഡ് ഉണ്ടോ എൻ്റെ ഹെയർ ബാൻഡ് നിർത്തേമേ? ഹെയർ ബാൻഡൊക്കെ വെച്ച് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ആവാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് ഇവിടെയും പിന്നെ ബാക്കിലും ഈ സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കൃതാവിനൊക്കെ നമ്മൾ കളർ ചെയ്യൂലേ? അത് ചെയ്യണ്ട. അപ്പൊ ഇത് മാത്രം ബ്ലാക്ക് ആയി പോകില്ല, ഈ ബ്ലാക്ക് പോകാൻ വേണ്ടി ഞാൻ കളർ ചെയ്യുന്നത്. അപ്പൊ കൃതാവിന് അല്ല എന്നെ ഇത് ചെയ്യൂ, പറയൂ, എനിക്ക് ടെൻഷൻ ആവുന്നത്. എന്താ ഇവിടെ ഇങ്ങനെ തേച്ചാ പോരെ? ഇവിടെ ഇങ്ങനെ ഇവിടെ ഒക്കെ തേക്കണോ? ഇവിടെ നീ ഇവിടെ തട്ടാൻ മാത്രം ഇല്ല, മുടി തേച്ചിട്ട് വരാം ഞാനത് നല്ലത്. പേടിച്ചിട്ട് ഞാൻ കുറെ വാരിക്കോര് തേച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെയിൻ ഒരു ഇത്തിരി പോലും ഇവിടെ വരാൻ പാടില്ല. അപ്പൊ അമ്മാതിരി തേക്കിൽ ഞാൻ തേച്ചിട്ടുണ്ട്, ഇതിന്റെ ബാക്കിലും പിന്നെ ചെവിന്റെ ഇവിടെയും. എല്ലാം കൂടി തേച്ചിട്ട് എനിക്ക് നാറല്ല, കുഴപ്പമില്ല മണമാണ്. എന്നാലും ചെവിയിൽ ഇത് പോരെ, ചെവിയിൽ 30 to 45 minutes തേച്ച് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളതോ. ഇതല്ല ഇത് തേക്കുന്നത്, ഇത് കുഴപ്പമില്ലല്ലോ. ഇത് എക്സ്പെക്ടഡ് കഴിഞ്ഞാൽ ഇവിടെ വാസ്ലിൻ എന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഞാൻ ഇവിടെ പിന്നെ ഈ ബാഗില്ലേ നമ്മുടെ ഹെയർ ലൈൻ്റെ ആ സാധനം അവിടെയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇതും ഞാൻ കുറച്ച് കയറിയ കോളർ ഇടാൻ കാരണം അതാണ്. അതായത് മുടി ഇങ്ങനെ നിർത്തുന്നില്ല, എന്നാലും എവിടെ ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നെക്കിൻ്റെ അവിടെ തേച്ചേക്കല്ലേ. എല്ലാ സ്ഥലത്തും നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെന്റിലേഷനും റെഡിയായി, ഇതും റെഡിയായി. ഇനി നമ്മൾ മിക്സിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ലാബിലേക്ക് സ്വാഗതം. സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സാധനം കൂടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതൊന്ന് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കാം. 4 parts for easy. Section the hair into 4 or more parts for easy application. ഈ കുഞ്ഞു മുടീനെ ആ സെക്ഷൻ ആക്കി തിരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല, എല്ലാം അമ്മേൻ്റെ കയ്യിലാണ്. പിന്നെ empty the color and developer in a bowl and mix. Apply the mixture immediately after emptying the tubes and mixing properly. റൂട്ട്സ് ഗോയിങ് ടുവേർഡ്സ് എടുക്കണം. ആദ്യം റൂട്ട്സിലാക്കണം, പിന്നെ നമ്മൾ ടിപ്സിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ലീവ് ഇറ്റ് ഫോർ 30 to 45 minutes ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസൈഡ് സ്ട്രെങ്ത് ഓഫ് കളർ. നല്ല സ്ട്രെങ്ത് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് 45 minutes തന്നെ വെക്കാം, അതല്ലേ നല്ലത്. Wash, rinse thoroughly with the water and then wash with the color care shampoo and conditioner even inside the bag. Okay. ഇതിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ടോ മറ്റേ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസം അതല്ലേ അല്ല. തുടങ്ങുക. പിടിച്ചോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൗസ് എടുത്ത് ഇടണം. അല്ല, അപ്പൊ അമ്മേന്റെ പൊസിഷൻ നമുക്ക് റെഡിയാക്കി വെക്കണ്ടേ? മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അറ്റാക്ക് തുടങ്ങണം. മിക്സ് ചെയ്ത ഉടനെ തന്നെ. എവിടെ അമ്മയ്ക്ക് ഇവിടുന്ന ചെയ്യേണ്ടത്? ഇതേതാ ധാരാ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിടിക്കാമെന്ന് പറയാമോ താങ്കൾ? ഇത് ഇത്ര കയറുന്നുള്ളൂ, എന്താ ചെയ്യണ്ടേ? ഇത്ര കയറുള്ളൂ. ഇന്നാ അങ്ങനെ ഗ്ലൗസ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ, ഇത് പിടിച്ചോമേ, ഞാനത് മിക്സ് ചെയ്യട്ടെ. രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒന്നുകൂടി ഇൻസ്ട്രക്ഷൻ നോക്കിയത്. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണോ അതോ എല്ലാം കൂടി empty the color and developer in ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒഴിക്കണം. അതിങ്ങനെ ഒരുമിച്ച് ഒഴിക്കുക. ഇത് അങ്ങനെ ഒരുമിച്ച് വയ്ക്കണം എന്നൊന്നും പറയുന്നില്ലല്ലോ. അമ്മ തുറക്ക്, ഇത് അമ്മ തുറക്ക്, ഇത് ഞാൻ തുറക്കാം. രണ്ടും കൂടി ഇങ്ങനെ വെച്ചാലോ? അതിനുണ്ട് ഐഡിയ എങ്ങനെയുണ്ട്? ഒന്ന് ഷേക്ക് ചെയ്യാനൊന്നും പറഞ്ഞില്ല, ഞാൻ കുട്ടി പിടിക്കാൻ പോണേ.
ഇത് ചെയ്തു ഇത് ചെയ്തു. ആക്കട്ടെ തുറന്നാ. ഓ മൈ ഗോഡ്, കണ്ടുപിടിച്ച് ചെയ്യണേ. അയ്യോ വരുന്നില്ല. അത് വെറുതെ പാട്ടോ. അയ്യോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് അങ്ങോട്ട് മൊത്തത്തിലാക്കിയിട്ട് അതാക്കാം. ഇതിൽ നിന്ന് എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ കംപ്ലീറ്റ്ലി ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പൊന്നും പറയാനില്ല. ഈ ബ്ലാക്ക് ചെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ കളർ കണ്ടിട്ട് ഒരു കളർഫുൾ സാധനം മറ്റു തോന്നുന്നില്ലല്ലോ അല്ലേ? തുറന്നു വെക്കാൻ പാടില്ല എന്നിട്ടുണ്ടോ? എനിക്ക് വയ്യ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ തുറന്നത്? അങ്ങനെ തന്നെയാണ് തുറക്കേണ്ടത് അമ്മേ? അവിടെ മറ്റേ ക്യാപ്പ് പോലെ തുറക്കേണ്ട ഒരു സാധനം ഉണ്ടോ? ഉറപ്പല്ലേ? എന്നാ കുഴപ്പമില്ല. ഒരു നിമിഷത്തേക്ക് എന്റെ ഹൃദയം ഇതും കൂടി ഒന്ന് മാക്സിമം ഞാനൊന്ന് തീച്ചെടുത്തിട്ട് ചായതിനെടുത്ത് ബ്രഷ് ഞാൻ മിക്സ് ചെയ്യാൻ പോകണം. മണക്ക് വരുന്നുണ്ട്. പോരെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് ഞാൻ എൻ്റെ ആയുധം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജസ്റ്റ് റൂട്ടിൽ ആദ്യം ടിപ്പിൽ നമ്മൾ ചെയ്യണം എന്നാ. ഇങ്ങനെ പിടിച്ചിട്ട് ചേട്ടേ അയ്യോ ഇങ്ങനെ ചെയ്യണ്ടേ? ഇതിപ്പോ കണ്ണ് കാണുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാ? കണ്ണ് കാണില്ല എനിക്ക്. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇനി നമുക്ക് സമയമില്ല ഗൈസ്, സമയമില്ല. മമ്മി ചെയ്തോ അമ്മ അവിടെ ഞാൻ എന്റെ കയ്യിൽ താ. എന്നിട്ട് അമ്മ ആദ്യം റൂട്ട്സ് ആദ്യം ചെയ്യണേ, ടിപ്സ് ആദ്യം ചെയ്യണേ, എന്നിട്ട് റൂട്ടിലേക്ക്. ആണില്ലേ? അനുഗ്രഹിച്ചാലും മാതാവി. കൃതാവ് വേണമെങ്കിൽ തേച്ചോളൂ കേട്ടോ. എന്റെ പാവം കൃതാവ് മാത്രം ബ്ലാക്കിച്ച് നിൽക്കണ്ടാവും. ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഈ അവസരത്തിൽ? കഴിഞ്ഞിട്ട് പറയാം. പാർട്ടിഷൻ ചെയ്യും മമ്മി. എന്റെ മുടി സ്വത്തല്ലോ. അല്ല, അതിൽ ഹേക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ആക്കിയാൽ മതി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് റിമൂവർ ആണെങ്കിലും അത് വെച്ചിട്ട് സ്റ്റെയിൻ പോകുന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മറുകായിട്ട് കൊണ്ട് നടക്കാം. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. മതിയാ? ആയോ? മുടിയെല്ലാം ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്റെ സ്കാൽപ്പിലേക്ക് തേക്കല, ബാഗ് കൂടെ മുടിയില്ല, അപ്പൊ ഫുൾ തേക്കണത് മൊത്തം സ്കാൽപ്പിലേക്ക് ആവുന്നുണ്ടോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട്. ഇവിടെയോ ഏകദേശം ആയിട്ട് തോന്നുന്നല്ലേ എന്റെ മുടി മൊത്തം. നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അതായത് ചെയ്യുന്നതിന്റെ മുന്നിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമുക്കൊന്നും പറയാനില്ല. ഇനിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ് പാച്ച് ടെസ്റ്റ് ഒന്നും. അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയായിരിക്കും ഏതായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ മതിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. 30 to 45 minutes അല്ലേ? അപ്പൊ നമ്മളിപ്പം എത്രയായി? 9:55 ആയി. 9:55 കാണിക്കും. 9:55 എന്നുള്ളത് 10:30 30 ഉള്ളൂ. 45 minutes വേണ്ടേ? കളറിന്റെ ഒരു വീര്യം അനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 35 to 45 minutes അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്കൊരു 45 minutes വെയിറ്റ് ചെയ്തിട്ട് നമുക്ക്
തിരിച്ചു വരാം. ലേശം സ്റ്റെയിൻ ഉള്ളത് നമുക്ക് എണ്ണ കൊണ്ട് മായ്ച്ചെടുക്കാം. പോയോ? പോകുന്നുണ്ടോ? അമ്മേന്റെ കയ്യിലുള്ളത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അമ്മേന്റെ കയ്യിൽ ലേശായത് ഇതാക്കിയപ്പോ പോയി അല്ലേ? അവിടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും? ഇവിടെ ഈ ഭാഗത്ത് എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മള് മുടി കഴുകി കഴിഞ്ഞ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെയിൻ അങ്ങനെ റിമൂവ് ചെയ്താൽ മതി തോന്നും. ഓ മൈ ഗോഡ്, ഈ ഭാഗത്തൊക്കെ മൊട്ടത്തല, ഫുൾ മൊട്ടത്തല അല്ലേ? ബ്രഷ് ഇല്ല, അത് നീ ഉപയോഗിക്കണ്ടല്ലോ ബ്രഷ്. ഇതിങ്ങനെ ലേശം വന്നിട്ട് അതെനിക്ക് തോന്നുന്നു നമ്മള് വാസ്ലിൻ തേച്ചിട്ട് അതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ ഈ നോക്കമ്മേ പൊട്ടത്തല എനിക്ക് തോന്നുന്നത് ഉള്ള മുടിയുടെ സാധനങ്ങളൊക്കെ. ഞാനൊരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? എന്തിനാ ആക്കുന്നേ? അത് നമുക്ക് എണ്ണ വെച്ചിട്ട് ആക്കാം. അവിടെ വാസ്ലിൻ തേക്കണോ നീ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മമ്മീനോട്? ഇവിടെ ഒക്കെ ബ്ലൂ ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ബ്ലൂ. ഇവിടെ ബ്ലൂ ഇല്ല. അമ്മ തേച്ചോന്ന് കണ്ടിട്ട് കാര്യമില്ല, ഇവിടെ ബ്ലൂ ഇല്ല. എനിക്ക് തോന്നുന്നത് പാണ്ട് പിടിച്ചിട്ട് നമ്മളെ സ്കിന്നിന്റെ കളറും വേറെ കുറെ കളറുമായിട്ട് ഒരു ഒന്നൊന്നര അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്റെ മുടിയും എനിക്ക് തോന്നുന്നത് ആ അവസ്ഥയിലായിരിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഈ ഭാഗത്തൊക്കെ ആ ബ്ലൂ കളർ ഒന്നും ഞാൻ കാണുന്നില്ല. ഈ നടുഭാഗത്തൊക്കെ ആരോ എന്തോ ചെയ്ത് വെച്ചത് പോലെ നല്ല രീതിക്ക് കാണുന്നുണ്ട് ബ്ലൂ കളർ. പക്ഷെ ഇവിടേക്ക് ഒന്നും ബ്ലൂ കളർ കാണുന്നില്ല. പക്ഷേ ഇനി നിർത്തിച്ച് കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ. പേച്ച് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഫീലിംഗ് എനിക്ക് വരുന്നുണ്ടോ. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി വല്ല സ്കിന്നോ ബ്രെയിനോ എന്തെങ്കിലും ദ്രവിപ്പിക്കോ എന്ന് പോലും എനിക്ക് അറിയില്ല. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾക്ക് 45 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ബിക്കോസ് ഐ ആം സ്കേർഡ്. ഇങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് കൂട്ടി വെറുതെ മൂഞ്ചിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബ്ലഡിൽ അലിഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ടെൻഷൻ, എൻ്റെ ഒരു ആൻസൈറ്റി, എൻ്റെ ഒരു ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. മുടിയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് മുടിയുടെ ഉള്ളൊന്ന് കൂട്ടിയെടുക്കണം. ആരും എന്നോട് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെയർ കെയറിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ്. ഇങ്ങനെ ഒന്നുമില്ല, എന്റെ തലയിലൊന്നും ഇല്ല, മുടിയൊന്നും ഇല്ല. ഞാൻ എങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എല്ലാം മുടി എടുത്തിടും. അപ്പോൾ ഈ മൊട്ടത്തലയൊന്നും കാണില്ല. അങ്ങനെയാണ് ഞാൻ ജീവിച്ച് പോയത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണെന്ന്? ഐ എം എ ഫ്രൂട്ട്. ഓക്കെ, 45 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ബാക്ക് നിന്ന് തോണ്ടിയെടുത്തപ്പോൾ ഇതായിരുന്നു എൻ്റെ നഖത്തിന്റെ അവസ്ഥ. അതായത് ഒന്ന് കളർ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളഞ്ഞതാ കയ്യിൻ്റെ. അപ്പം ഇങ്ങനെ അങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്. അത് അവർ പറഞ്ഞതുപോലെ എണ്ണയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അതൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഞാനത് എങ്ങനെ കിഴുകും? അതാണ് ഇപ്പത്തിൻ്റെ ടെൻഷൻ. കാരണം നമ്മൾ കൈ കൊണ്ടൊന്നും വൃത്തിയിൽ ചെയ്യണ്ടേ. അപ്പോൾ എനിക്കറിയില്ല. ഇനി മുഖം കൈയും മൊത്തം ഇങ്ങനെ ഈ പണ്ടാരം വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പൈപ്പിന്റെ ചോട്ടിലേക്ക് ഞാൻ ഇനി കുമ്പിട്ട് അങ്ങോട്ട് ഇരിക്കാൻ പോവുകയാണ്. എന്നിട്ട് വാട്ടർ നല്ലോണം വരുമല്ലോ, പിന്നെ അതിൽ ഒഴുകി പോകുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യണം. പിന്നെ കൂടെ കിട്ടിയ കണ്ടീഷണർ, ഷാമ്പൂ കണ്ടീഷണർ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഷാമ്പൂ ചെയ്യുക, പിന്നെ കണ്ടീഷണർ ചെയ്യുക. 5-10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. അതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ പൈപ്പിന്റെ ചോട്ടിലേക്ക് കുമ്പിടാൻ പോവുകയാണ്. മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നേരം ഫാനിന്റെ ചോട്ടിലൊക്കെ നിൽക്കുന്നുണ്ടോ ചോ? എവിടെ? വേർത്തിട്ട് ഒഴിക്കുന്നത്. ഞാൻ ഫാൻ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഈ പൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു ഫാൻ്റെ ഒച്ചൊക്കെ മര്യാദയ്ക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തൊക്കെ പറയുന്നു പേടിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വിച്ച് പോയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് നമുക്ക് കഴുകാൻ പോകാം. അപ്പം ഇതെടുക്കാൻ പറ്റില്ല, കാരണം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടുതൽ സമ്പാദ്യം പോകും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ സൈക്കിളിലേക്ക് ഇങ്ങനെ തല കുറിച്ചങ്ങോട്ട് നിൽക്കാൻ പോവുകയാണ്. അല്ല, ഇതൊക്കെ ഞാൻ എടുത്തിടണം. അല്ല, ഇതിൽ നിറച്ചിട്ട് എന്താണോ റെഡി വന്നിരുന്നു. ഡ്രസ്സ് നനയൂലേ? ഡ്രസ്സ് നനയാൻ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഈ ബക്കറ്റ് നിറച്ചിട്ട് പാട്ട കൊണ്ട്. അതല്ലേ സൗകര്യം, 2 കൈ ഉപയോഗിക്കാലോ. അല്ല, നോക്ക് കൈയായത് തൊട്ടപ്പാട് ഇങ്ങനെ ആയത്. എന്തായാലും കൈ തൊടണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞ് കുറേ പോയി കഴിഞ്ഞിട്ട് തൊട്ടാൽ മതിയോ? ഇവിടെ പോണേ. ഓക്കേ, ഇത് ബ്ലാക്ക് കളർ തന്നെയാണ്. എനിക്ക് വേറെ കളറൊന്നും കാണുന്നില്ല. എന്തായാലും കോക്കിൽ ഷാമ്പു നമുക്ക് മൊത്തമായിട്ട് എടുത്ത് തേക്കാം. ഉള്ള കളർ മൊത്തം തേക്കായിരുന്നു കഴിച്ചു. ബാക്കി കൂടി അതും കൂടെ ഒഴിച്ചു പോയാൽ നെക്ക് അതിലേക്ക് എടുത്തിട്ട് അല്ലേ തലയിലേക്ക് വിട്ടാക്കണോ? തലയിലേക്ക് വിടണം. ഇത്ര കയ്യിലിനിപ്പോൾ അതാണോ? എന്നെ പോലുള്ള ആൾക്കാരൊന്നും ഈ പണിക്ക് നിൽക്കരുത് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അതിലേ ഇത്തിരി പോണ മുടിക്കട്ടെ ഇത്രയും കുളി. പിന്നെ ഷാമ്പൂട്ടൊക്കെ കളറുണ്ട്. എൻ്റെ മുടിക്ക് മാത്രം കളർ വന്നില്ല.
കുറച്ചും കൂടി ഇടാം, നല്ല അടിപൊളി കളർ പറയായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ. എന്തോ അത് വിളിച്ചു പോയാ ഇതൊന്നും അല്ല, വേറെന്തോ കാരണമുണ്ട്. ഞാൻ സത്യം പറയാം, എനിക്ക് തോന്നുന്നത് ഈ കളറിന്റെ പ്രശ്നമാണോ? ഇനി കളർ ഒരു ഇത് വരാത്തതാണോ? എനിക്കിത് അതേ കളർ തന്നെയായിട്ടാ തോന്നുന്നത്. ഇതിലെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, നല്ല ബ്ലാക്ക് കളർ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടീഷണർ നമ്മൾ തേച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതായിട്ട് കുറയ്ക്കണ്ടല്ലോ, എനിക്ക് പറയാം. അങ്ങനെ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വളരെയധികം സാഹസികമായി ബ്ലാക്ക് ഹെയറിൽ കളറടിച്ച് ഫേഷനാക്കി പിന്നെയും ബ്ലാക്ക് ഹെയർ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കളറുണ്ടാ? ഇതിന്റെ പുറത്തുള്ള കളറുണ്ടാ? ഇതിന്റെ എന്തെങ്കിലും ഒരു അംശം എന്റെ തലയിൽ വന്നിട്ടുണ്ടോ? ഞാൻ കാണുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ട് എന്നെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഒരു ഷെയ്ഡെങ്കിലും വന്നിട്ടുണ്ടോ? നേരത്തെ ഞാൻ ഈ നാക്കം കാണിച്ചു തന്നില്ലേ, അതിൽ വന്ന ആ കളറില്ല, അതിന്റെ ഒരു പകുതിയെങ്കിലും ഈ മുടിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, ആശിച്ചു പോവുകയാണ്. ഒന്നെങ്കിൽ ഇത് വെറും ഒരു മാങ്കണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും വലിയ ധാരണയില്ല ഇതെന്തായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലോണം തേച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ, കുറേയൊക്കെ വാരി വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇത് വന്നില്ല എന്നാണ്. കുറേ ഇങ്ങനെ കളർ ഒളിച്ചു പോകുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷേ തലയിലൊന്നും പിടിച്ചില്ല. അതാണ് ഉണ്ടായത്. ഞാൻ 45 മിനിറ്റ്സ് അല്ല, 45 മിനിറ്റ്സിന് കൂടുതൽ, കുറച്ചും കൂടി 5 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൂടി ഒന്നും നടന്നില്ല. 2026 തുടക്കം തന്നെ ഇമാതിരി ഒരു മൂഞ്ചൽ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നില്ലെങ്കിലും ഞാൻ വളരെയധികം ഇത്രയും പട്ടിഷോവിടെ കിടന്ന് ഇറക്കിയിട്ട് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കളർ, ഒരു കുഞ്ഞു കളറെങ്കിലും എൻ്റെ മുടിക്ക് വരാമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നേ ഉള്ളൂ, ഇനി നാളെ സൂര്യപ്രകാശത്തിൽ നിന്നിട്ട് എൻ്റെ മുടിയിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്നാണ് ഇനി നോക്കാനുള്ളത്. അതും കൂടിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, എനിക്ക് വാക്കുകളില്ല സുഹൃത്തുക്കളെ, എന്താ പറയേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഇത്ര വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഭക്ഷണം കഴിച്ചിട്ട് നാളെ രാവിലത്തെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. ഈ പണി തുടങ്ങുന്നതിൻ്റെ മുന്നിൽ എൻ്റെ ഒരു വലിയൊരു ഡൗട്ടായിരുന്നു, ഈ കളറും ടിൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലായി. നമ്മൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. ഈ സൂര്യൻ്റെ മൂട്ടിൽ പോയി നിൽക്കുമ്പോഴേ ചെറിയൊരു മിനായ പോലെ ഒരു ഷെയ്ഡ് കാണുകയാണെങ്കിൽ അതിനെയാണ് ടിൻറ്റ് എന്ന് വിളിക്കുക. എന്നിട്ട് ഞാൻ കിട്ടുന്ന എല്ലാ സൺലൈറ്റ് സ്പോട്ടിലും പോയി നിന്ന് നോക്കി, എന്തെങ്കിലും എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എവിടെ? അവസാനം കാർ കയറാൻ നേരത്തെ മിച്ചു പറഞ്ഞത് അവിടെ തന്നെ നിന്നോ എന്തോ കളർ ഒരു മിനായം പോലെ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എടുത്ത സാധനമാണ് ഇത്. നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കാണുന്നുണ്ടോ? എൻ്റെ ഒരു മനസ്സമാധാനത്തിനെങ്കിലും പറയാൻ കേട്ടോ. ഒരു ചെറുതായിട്ടൊരു തലേൻ്റെ മുകളിൽ കൂടി എന്തോ ഒരു റെഡ് പർപ്പിൾ ഷെയ്ഡ് പോലെ പോകുന്നില്ലേ, അതാണ് ടിൻറ്റ്. പീക്കറ്റിന്റെ മുകളിൽ കാണിക്കുന്ന ഈ കളറോ, ഈ റിയൽ കസ്റ്റമർ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കേറ്റ സാധനം കണ്ടില്ലേ, ഇതുപോലെയൊന്നും എൻ്റെ തലയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. 35, 45 അതിനെക്കാട്ടും കൂടുതൽ മിനിറ്റ് വെച്ചിട്ടും സ്ട്രെങ്ത് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെയും ഇവിടെയുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും മുന്നിൽ പോയിട്ട് ഇങ്ങനെ കളർ കാണിക്കാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്, ഓ മൈ ഗോഡ്, വാട്ട് എ പത്തറ്റിക് സിറ്റുവേഷനോ. ഇതിപ്പോ സൂര്യന്റെ അടിയിൽ പോയി നിന്നിട്ട് കരിഞ്ഞ് പണ്ടാരടക്കുമെന്നല്ലാതെ വലിയ ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിലിപ്പോൾ ആകെ കൂടെ കുറച്ച് കളർ വന്നിട്ടുള്ളത് എൻ്റെ മുട്ടത്തലയ്ക്ക് മാത്രമാണ്. തലമുടിനെക്കാട്ടും കൂടുതൽ കളർ എൻ്റെ മുട്ടത്തലയ്ക്ക് ഉണ്ട്. അതെങ്കിലും വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം എന്നല്ലാണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഞാൻ ചെയ്തതിൻ്റെ വല്ല തെറ്റുവാണെന്ന്, പക്ഷേ അല്ല. പിന്നെ ഞാൻ കുത്തിരുന്ന് റിവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഏകദേശം ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളത്. വലിയ കാര്യത്തിൽ ഇതിനെക്കാട്ട് കൂടിയ കളർ വരെ അടിച്ചിട്ട് ടിൻറ്റ് ഈ പേർപ്പിൾ മറ്റേ റെഡ് വരെ അടിച്ചിട്ടും ഏകദേശം ഇങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടിയ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ലേശൊരു സമാധാനം. എന്തായാലും മൂഞ്ചി പണ്ടറിയുന്നത് ഞാൻ മാത്രമല്ലല്ലോ, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്തായാലും 2026 ജാനുവരി വളരെയധികം മനോഹരമായിട്ട് തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.